വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് അടുക്കള. ഞാനിവിടെ നിന്ന് ഉണ്ടാക്കുന്നത് ഏറ്റവും സിമ്പിളും നല്ല ടേസ്റ്റും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമായ ഒരു വിഭവമായിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. മൂന്നേ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ബിരിയാണി അരി, 2 കപ്പ് തേങ്ങ ചിരിയത്, ഒരു ഇടത്തരം തേങ്ങ ഫുള്ളായിട്ട് വേണ്ടി വരും, മുട്ട 3, ആവശ്യത്തിന് ഉപ്പ്. അരി നന്നായി അരച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടും തരിയില്ലാതെയാണ് നന്നായിട്ട് അരക്കണം. നന്നായി അരിഞ്ഞില്ലെങ്കിൽ ദോശയ്ക്ക് മയം ഉണ്ടാവില്ല. തരി ഉണ്ടെങ്കിൽ ചെറിയ കണ്ണകളുള്ള അരിപ്പില്ല, അതിൽ അരിച്ചെടുത്താലും മതി. മത്തിന് വേണ്ടി ചോറൊന്നും ചേർക്കരുത്, നല്ല ലൂസ് വേണം ബാറ്ററിന്. ഞാൻ 2 കപ്പ് തേങ്ങ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ 2 കപ്പ് ഇതാണ് കപ്പിൻ്റെ ഈ മെഷർമെൻറ്റ് കപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 2 കപ്പ് തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/4 പാൽ എടുക്കണം. അതിനൊരു കപ്പ് മാറ്റി വെക്കുക. അങ്ങനെ 2/4 പാലും 3/4 പാലും എടുത്തിട്ട് അതിൽ വേണം അരി അരച്ചെടുക്കാൻ. അരി അരമണിക്കൂർ കുതിർത്ത് വെക്കണം കേട്ടോ. വലിയ ബൗളായ കാരണം ഞാൻ ചെറിയൊരു ബൗളിലേക്ക് കുറച്ച് മാവ് എടുക്കുകയാണ്. നല്ല ലൂസ് വേണം ബാറ്ററിന്. ബാറ്ററിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഈ ലൂസ് ഇല്ലെങ്കിൽ ദോശയ്ക്ക് നല്ല കട്ടിയാകും. പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂട് വേണം പാനിന്, എന്നിട്ടാണ് ഒഴിക്കുന്നത്. നന്നായി വീശി ഒഴിക്കണം. വീശപ്പം എന്നല്ല പേര്. അപ്പം നന്നായിട്ട് വീശി ഒഴിച്ചെടുക്കണം. ഈ ബാറ്റർ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് ആയി കിട്ടും. അധികം മൂത്ത് പോകരുത്. മൂത്ത് പോയ ടേസ്റ്റ് ഉണ്ടാവില്ല, പെട്ടെന്നാവും. അപ്പം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ മടക്കി ഇതുപോലെ മടക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഞാൻ കൈ കൊണ്ടാണ് എടുക്കുന്നത്. കൈ കൊണ്ട് എടുക്കണം നല്ലത്. പറ്റാത്തവർക്ക് ചട്ട ഉപയോഗിക്കാം. കീറി പോവാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ ഇങ്ങനെ നല്ല കനം കുറച്ചിട്ട് എല്ലാതും ഇങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം. സ്റ്റൗവിലൊക്കെ ഒരുപാട് പേർക്കും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ റെസിപ്പി ഒരുപാട് പേർക്ക് അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ റെസിപ്പി തന്നെ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റാണ്. നോമ്പിനൊക്കെ പത്തിരി ഉണ്ടാക്കുന്നതിന് പകരമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. പണി എളുപ്പവും കുട്ടികൾക്കും ഇഷ്ടമാവും. പിന്നെ ഈ ജീരകശാല കൈമ അരിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. നല്ല ഒരു സ്മെല്ലുണ്ടാവും ദോശയ്ക്ക്. പിന്നെ ബസ്മതി റൈസ് ആയി, ഏത് ബിരിയാണി അരി ആയാലും നെയ്ച്ചോറിൻ്റെ അരിയും ഉപയോഗിക്കാം കേട്ടോ. ഒന്നുമില്ലെങ്കിൽ സാധാ പച്ചരിയും ഉപയോഗിക്കാം. പിന്നെ വീട്ടിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനിപ്പോൾ ആവശ്യമുള്ളൂ. ഇതിന് കോമ്പിനേഷനായിട്ട് എല്ലാ കറിയും പറ്റും. ചിക്കൻ, മട്ടൺ, ബീഫ് റോസ്റ്റ്, അതുപോലെ വെജിറ്റേറിയൻസിനാണെങ്കിൽ പനീർ, കോളിഫ്ലവർ, ചെന്ന മസാല, അങ്ങനെ എല്ലാതും പറ്റും. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചിക്കൻ മാംഗോ കറി കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഈ ചിക്കനും മാംഗോയും കൂടി ആകുമ്പോൾ മാച്ച് ആവുമോ, ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ചിലർക്കൊരു ഡൗട്ടുണ്ട്. ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കിയാൽ ഈ മാങ്ങയുടെ ഫ്ലേവറൊക്കെ നന്നായി ചിക്കനിൽ പിടിക്കും കേട്ടോ. എല്ലാ കാര്യം മാങ്ങയും പറ്റും. ഞാൻ മൂവാണ്ടനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാവും. ഈ മട്ടനും ബീഫൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഞാൻ ചിക്കനാണ് ഉപയോഗിച്ചതന്നേ ഉള്ളൂ. നന്നായി തിന്നായി ഒഴിച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല പേപ്പർ പോലെ കിട്ടും. പേപ്പർ ദോശ എന്നോ ടിഷ്യൂ ദോശ എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിന് വിളിക്കാം. അങ്ങനെ എല്ലാ ബാറ്ററും നമുക്ക് ചുട്ടിട്ട് ഇങ്ങനെ മടക്കി എടുക്കാം.
ഒരു കപ്പ് തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ 2 ടേബിൾ സ്പൂണ് ഉരുക്കിയ നെയ്യ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഓരോ ദോശയിലും ഇങ്ങനെ നമുക്ക് നന്നായിട്ട് മുക്കിയെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പിടിച്ചോട്ടെ. ദോശയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേങ്ങാപ്പാൽ മിശ്രിതം പിടിക്കണം. പിന്നെ ഈ കൊളസ്ട്രോളൊക്കെ പേടിയാണെങ്കിൽ നെയ്യൊക്കെ ഒഴിവാക്കാം കേട്ടോ. പിന്നെ അരി അരക്കുമ്പോൾ തേങ്ങാപ്പാൽ, മുട്ടയുടെ എണ്ണയൊക്കെ വേണമെങ്കിൽ കുറക്കാം. ഇങ്ങനെ ചെയ്താലാണ് ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ സിമ്പിളും എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വീശപ്പം തയ്യാറായിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം.